ഈശോയെ തന്നെ മനസ്സിലോർക്കുക. മൗനമായി സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഏതെങ്കിലും വിഷയം. ഇപ്പോൾ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ ഈശോ കാണിക്കുന്നുണ്ട്. ശരീരത്തിന് കളർ കയറിയ ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ കളറിലെ ഒരു തവിട്ട് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറോ ഒക്കെ കയറിയ ഭാഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റെഡ് കളർ കയറിയ ഭാഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കളർ വ്യത്യാസം മോശമായ രോഗമാണ്. കർത്താവ് അതിനെ സുഖപ്പെടുത്തുന്നുണ്ട്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ഈ ആഴ്ചയിൽ കടകമ്പോളങ്ങളിൽ കച്ചവടമില്ലാതെ കിടക്കുന്നവർ, എന്തുമാത്രം കടകമ്പോളങ്ങളിലാണ് കച്ചവടമില്ല, കടകളിൽ കച്ചവടമില്ലാതെ അവർ വൈകുന്നേരം വരെ ഇരിക്കണത്. 10,000-40,000 വിറ്റ ഇടത്തരം കച്ചവടം പോലും ചിലപ്പോൾ 4,000 രൂപ പോലും വിൽക്കാതിരിക്കുന്നുണ്ട്. ആ മേഖലയിലൊക്കെ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകണം. അതിന് എത്ര കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റും, പിള്ളേരെങ്ങനെ പഠിപ്പിക്കും, ആപ്പാട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ഇപ്പോഴേ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ ആഴ്ചയിലെ തീസിസ് സമർപ്പിക്കുന്നവരെ, PhDക്ക് ഇതുവരെക്ക് ഇതിന് ശരിയായിട്ടുള്ള ഗുരുവിനെ കിട്ടാത്തവർ, ഗൈഡിനെ കിട്ടാത്തവരെ, ഈ ആഴ്ചയിൽ വ്യായുവായുള്ളവരെ, പ്രസൻറ്റേഷന് വേണ്ടി ഒരുങ്ങുന്നവരെ, പ്രോജക്റ്റ് കിട്ടാത്തവരെ, പ്രോജക്റ്റിന് ആളെ കിട്ടാത്തവർ, അത് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം കിട്ടാത്തവർ, പലതരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസുമായിട്ട് വിഷമിക്കുന്നവരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ കലഹങ്ങളെ, ഭിന്നതകളുള്ളവരും കേസുകളിലേക്ക് പോകുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, എല്ലാം സാക്ഷ്യമാക്കണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അത് കാരണം നമ്മളല്പം ഇങ്ങനെ ഫ്രീസായി പോയാലും ദൈവം ഫ്രീസാകത്തില്ല. ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും, നമ്മളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്രസവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ മതിയല്ല, നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ തന്നെ നിങ്ങളത് ഡൗൺ ആവും ഉടനെ. ഇങ്ങനെ ഡൗൺ ആയാലും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനെ തുടരുന്നത് കൊണ്ടാണ് അങ്ങനെ വരണത്. ഇപ്പം ഈ ഇവരുടെ കാര്യമില്ല, ആരാണ്? അനിത ബേബി തോമസ് അല്ലേ? അനിത ബേബി തോമസിൻ്റെ പ്രശ്നം എന്താണ്? അവർക്ക് മെഡിക്കലിൽ നിന്ന് കുഞ്ഞിനെ വേണ്ട. 9 വർഷമായിട്ടോ, ഒന്ന് ചിന്തിക്കണേ. ഒരു മോള് കല്യാണം കഴിച്ചിട്ട് 9 വർഷമായി, മക്കളില്ല. പക്ഷെ ഒരേ ഒരു നിലപാടാണ്. എന്താണ്? എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് മക്കളെ വേണ്ട. അങ്ങനെ വന്നാൽ അവൾ പറയണത് എൻ്റെ ഭർത്താവിനെ വിശ്വാസം വളർത്താൻ പറ്റത്തില്ലെന്ന്. എന്നാ സ്ത്രീകളായിപ്പോൾ ഉള്ളത്!
അവർ പറയുന്നൊരു കാര്യമേ, മക്കളല്ല എനിക്ക് പ്രശ്നം. എന്താണ്? എനിക്ക് മക്കളെ വേണമെങ്കിൽ എൻ്റെ കർത്താവ് തന്നെ എനിക്ക് തരണം. അങ്ങനെ തന്നാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസത്തിൽ വളർത്താൻ പറ്റും. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയായിട്ട് ഭാര്യ മാറുന്നൊരു കാഴ്ചയില്ലേ? കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി ഈ വൈഫിൻ്റെ ഒരു വളർച്ച കണ്ടില്ലേ? എന്താണ്? ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയാകാൻ വേണ്ടി അവൾക്കൊരു കുഞ്ഞ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കുഞ്ഞെന്ന് പറയണത്. അത് ആ പുരുഷന്മാരെക്കാൾ അത്യാവശ്യമുള്ള സ്ത്രീകൾക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏറ്റവും വലിയ ഒരു ആവശ്യം പോലും ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വേണ്ടി അവൾ ദൈവത്തിലും തന്നെ കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുകയാണ്. അവൾക്ക് വേണമെങ്കിൽ IVF-ലേക്ക് പോകാം. ഡോക്ടർമാർ പലരും അവളോട് പറയുന്നുണ്ട്, എന്താണ് തള്ളേ, നിങ്ങളുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ വയസ്സായിട്ടാണ് കൊച്ചിനെ ജനിപ്പിക്കാൻ പോകണമെങ്കിൽ അതിന് 10-20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 10-70 വയസ്സാകും. വിട്ടിത്തരൊന്നും കാണിക്കേണ്ട, IVF ചെയ്യാൻ ഡോക്ടർ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവൾക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഭർത്താവ് ഇവളോട് യോജിക്കുകയാണ്. ഭർത്താവിന് ഇഷ്ടമുണ്ട് IVF പോകാൻ, കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് അയാളും പറയണത്. പക്ഷേ അത് ഇവളോട് പറയാനുള്ള ധൈര്യം പുള്ളിക്കില്ല. എന്താ കാര്യം? ഇവൾക്ക് അടുത്ത വിശ്വാസിയാണ്. ഇവൾക്ക് അടുത്ത വിശ്വാസിയായതുകൊണ്ട് നമുക്ക് IVF-ന് പോകാമെന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മ ഉണ്ട്. അവിടെ അമ്മ പറയും, മകളെ, നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് മാതാവ് എന്നോട് പറഞ്ഞെന്ന് പറയും. അത് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത കാരണം പിന്നെ ഡോക്ടർ ഇങ്ങനെ IVF-ന് നിർബന്ധിക്കുന്ന കാരണം ഇവളൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത്. അതായത് ഓരോ വിഷയങ്ങൾക്കാണെന്നേ ഉള്ളൂ, വ്യത്യസ്തമായ വിഷയങ്ങളെന്നേ ഉള്ളൂ. ഉടമ്പടി 3 പുതുക്കിയിട്ടും ഒരേ അടയാളം കിട്ടണില്ല. പക്ഷെ ഡോക്ടർ നിർബന്ധിക്കുന്ന IVF എടുക്കുക, പ്രായമാകുന്നില്ല എന്ന്. അപ്പോൾ ഇവള് ഉടമ്പടിയിൽ അല്പം മുമ്പ് പറഞ്ഞോളൂ തണുത്ത് കണ്ട. അങ്ങനെ ഡോക്ടർ നിർബന്ധിക്കുന്നു, ഹസ്ബൻഡ് നിർബന്ധിക്കുന്നു. ഇവളുടെ കോഴ്സിന് ഇവൾ മാത്രമേ ഉള്ളൂ, സപ്പോർട്ടില്ല. ഹസ്ബൻഡിന് സപ്പോർട്ടില്ല. സപ്പോർട്ട് എന്താണ് വെച്ചാൽ അയാൾക്ക് IVF എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, മെഡിക്കലിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ നിലപാടിന് ഇവൾ മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ ദൈവവും, ആ ദൈവമാണെങ്കിൽ മിണ്ടണേ ഇല്ല. അതാണ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ചില സമയത്ത് ദൈവം പോലും നമ്മളെ കൈവിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഇതാണ് ഈ പ്രയോജനമുള്ള ദാസനെന്ന് പറയുന്നത്. കണ്ടാ, ഒരു വ്യക്തി ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുത്ത് ഒറ്റക്കായി പോകണം കണ്ടില്ലേ? എന്നിട്ടും വിട്ടുകൊടുക്കത്തില്ല ഇവള്. പക്ഷെ ഒരു ദിവസം ഇവള് പൊട്ടിക്കരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പറയും, എടി പറയുകൊണ്ടൊന്നും നീ വിഷമിക്കരുത്, വിഷമൊക്കെ പറയണല്ല, ഒക്കെ പ്രായമാകുകയാണ്, വല്ലാത്ത ഒരു പോക്കാണ് ഈ പോണത്, നീ വിശ്വാസത്തിൻ്റെ ഒരു അന്ധതയിൽ പോകുന്നു, നമുക്ക് ആണെങ്കിൽ കുഞ്ഞിനെ കിട്ടണമില്ല, നമ്മുടെ പ്രായം വല്ലാത്ത രീതിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദൈവം ഇവളെ കൈവിട്ടെന്ന് ഓർത്തുകൊണ്ട് ഇവളെ പൊട്ടിക്കരയും. എന്നിട്ട് ഇയാൾ പറയും, ചായ എനിക്ക് മെയ് മാസം വരെ ഒരു ഡേറ്റ് തരുമോ? ഇവൾക്ക് എഞ്ചണമുണ്ട്. അതായത് മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. ആ വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. വിശ്വാസിയുടെ ജീവിതമാണ്. അത് ബുദ്ധിയുടെയും യുക്തിയുടെയും ജീവിതമല്ലത്. മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. മെയ് മാസം കഴിയട്ടെ, മെയ് മാസം ഞാനും അമ്മയും തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടും. അവിടെ വിശ്വാസ യാത്ര കണ്ടില്ലേ? ഭയങ്കരമാണ് വാസ്തവത്തിലെ.
എന്നിട്ട് ഇവള് പറയണത് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ എഡ്ജ് നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ തണുത്തു പോയാലും, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, ദൈവം തണുക്കത്തില്ല. കാര്യം എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായി തുടരുമെന്ന് വാഗ്ദാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവം തണുക്കത്തില്ല, നമ്മളാണ് തണുക്കണത്. ദൈവം തണുക്കാതെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. പക്ഷേ ഇവൾക്ക് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഇവളുടെ അമ്മയോട് പറയും, എന്താണ്, 44 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകുമെന്ന്. അത് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഉടമ്പടി 3 പുതുക്കിയോ ശ്രദ്ധിക്കുക. 44 ദിവസമാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നെന്ന് ഞാൻ ആരാധന സമയത്ത് പറഞ്ഞിരുന്നു. അത് പറഞ്ഞോടുകൂടി ഈ അമ്മ അപ്പോൾ ഓരോ ഇപ്പോൾ ഈ സന്ദേശം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളോർക്കും അത് എൻ്റെ കാര്യമല്ലെന്ന്, പക്ഷേ ആ സന്ദേശത്തോട് ബന്ധപ്പെട്ട ആളിന് ദൈവം അടയാളം കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ സന്ദേശത്തിൻ്റെ പോക്ക്. ഒരു സന്ദേശം പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദേശത്തിന് ഉടയപ്പെട്ട ആൾക്കാരുണ്ട്, ഉടമസ്ഥരുണ്ട്, അവർക്ക് അതിൻ്റെ കോഡ് കൊടുക്കും. ഇത് നിന്നെക്കുറിച്ചാണ് പറയണതെന്ന്. എനിക്കറിയാൻ പറ്റത്തില്ല അയാളെ, പക്ഷേ ദൈവം അവരോട് പറയും, ഇപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് പറയണത്, അത് നിന്നെക്കുറിച്ചാണെന്ന് പറയും. അവർക്ക് ബോധ്യം കിട്ടും. ഉടനെ അവൾ മകളോട് പറഞ്ഞു, വെയിറ്റ് 44 days, അമ്മ ഇതിനുള്ളിൽ സമാധാനം ഉണ്ടാക്കും. അപ്പോൾ ഉടനെ അവൾക്ക് ഒരു വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ സംപ്രേഷണത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കേട്ട്, ആ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ചില പൊട്ടന്മാർ, അത് ധ്യാനത്തിൽ പറയണതാണ്, ഞാൻ പറഞ്ഞ പ്രസംഗത്തിലൂടെ പറയുന്നതാണ്, ചില പൊട്ടന്മാർ 3 പുതുക്കിയിട്ട് തണുത്തിരിക്കും. അവർ ഓർക്കണം, അവരുടെ കർത്താവ് പറയുന്നു 4-ാം യാമത്തിലും ഞാൻ വരാമെന്ന്. വീട്ടില്ലേ, ആ കടലിൻ്റെ മീതെ കർത്താവ് വന്ന് എത്രയാണ്? 4-ാം യാമത്തിൽ. അത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് അവൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമാണ്. 3 പുതുക്കിയിട്ട് തണുത്തിരിക്കണ ഞാനാണ്. അതുകൊണ്ട് വൈകുന്നേരം തന്നെ ഓഫീസിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന്, നേഴ്സാണ്, ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അപ്പം തന്നെ രാത്രി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? മാതാവ് തലേ ദിവസം രാത്രി പറഞ്ഞായിരുന്നു നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. ചെവി വന്ന് പതുക്കെ പറയും. എനിക്കത് നല്ല അനുഭവമുള്ളതുകൊണ്ട് എനിക്കത് കേട്ടാൻ പെട്ടെന്ന് മനസ്സിലാവും. ഇവളിങ്ങനെ വീണ് പോണ പരുവാകുമ്പോൾ അമ്മ രാത്രി ചെവി വന്ന് പറയും നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറയും. അതിവക്ക് വല്ലാത്ത ബോധ്യം കിട്ടും. അത് നമുക്ക് കേൾക്കാൻ പറ്റും. മലയാളത്തിൽ തന്നെ പറയണം മാതാവ്. നിങ്ങളവർക്കും ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണ്. അത് നിങ്ങൾ പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതെന്ന് പറയണത് ദൈവാനുഭവം എന്ന് പറയണത് ദൈവം ഒരു വ്യക്തിയാണ്. എത്രയും ലളിതമായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും ലളിതമായിട്ടാണ്. ഈജിപ്തിൽ വെച്ച് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ആൾ വരണ എനിക്ക് കാണാം, നേരെ ഇങ്ങനെ വന്നത് കാണാം. അപ്പം ഞാനിങ്ങനെ ഒറ്റക്കൊരു മുറി കിടക്കണം, ഒരു വലിയൊരു മുറിയിൽ. മണി 3 5 മണിയുടെ വെളിച്ചമാണ് ഉള്ളത്. കയറ ഹോട്ടലിൽ കിടക്കുകയാണ്, നാട്ടിലേക്ക് പോകാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോഴാണ് 3 പേരും കൊണ്ട് വരുന്നത്. അമ്മയ്ക്ക് നല്ല പൊക്കമുണ്ട്. ആ വരവ് കാണുന്ന രാജകീയമായ വരവാണ് വരുന്നത്. അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് വല്ലാത്ത പൊസിഷനാണ്. നമ്മൾ കാണുന്ന മാതാവല്ല, നമുക്കറിയാവുന്ന ഈ കുരിശിൻ ചവിട്ടിയിരിക്കുന്ന മാതാവല്ലേ, ആ മാതാവല്ലേ ഇപ്പോൾ ഉള്ളത്. ആ ഭൂസ്വലോകൻ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട മാതാവില്ലേ, അതാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അവർ വരണപ്പോൾ കാണാൻ പറ്റും. അവർ വന്നിട്ട് ഈ 4 വിരലെടുത്തിട്ട് എൻ്റെ വായിലൂടെ ഇങ്ങനെ കുത്തിക്കയറ്റും. അപ്പം അമ്മയുടെ എൻ്റെ തുപ്പൽ അമ്മയുടെ വായി പെട്ടായിരിക്കാൻ വേണ്ടി ഞാനൊരു അർത്ഥനിദ്രയിലാണ് ആ സമയത്ത്. ആളെ കാണാം, ഓർമ്മയുണ്ട്, ബോധമുണ്ട്, സ്വപ്നമല്ലത്. ഞാനിങ്ങനെ കൈ പിടിക്കുമ്പോൾ ഇത് തുപ്പൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കൈ പിടിക്കും. അപ്പം എനിക്ക് വിസ്മയമുണ്ട്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. കാര്യം എന്തോ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതല്ല. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ 10 ദിവസം രാത്രിയും പോലും കൊന്തയിലിയ ദിവസങ്ങളാണ്. എൻ്റെ പേര് മെറിൻ. ഞാൻ തൃശ്ശൂർ മർത്താക്കര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി 18-ാം തീയതിയാണ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 9 വർഷമായിട്ട് എൻ്റെ കുടുംബസമേതം പുറത്തേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ IELTS എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 4 തവണ IELTS എഴുതി.
ഓരോ തവണയും IELTS എക്സാം എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡ്യൂളിൽ മാത്രം ഞാൻ മാർക്ക് കുറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ 4ാമത്തെ തവണ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓവറോൾ 7, 2 7.5 2 6.5 ആയിട്ട് സ്കോർ കിട്ടി. ഞാനങ്ങനെ എലിജിബിളായി. പക്ഷേ എൻ്റെ നിർഭാഗ്യം എന്ന് പറയാം, ആ സമയത്ത് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ വന്നു, ആപ്ലിക്കേഷൻസ് എല്ലാം പെൻഡിങ് ആയി. അപ്പോൾ അത് വന്ന് ചെയ്ത് കഴിഞ്ഞതിന് ഭാഗമായിട്ട് എൻ്റെ 2 വർഷത്തെ വാലിഡിറ്റിയാണ് നമുക്ക് IELTS എക്സാമിനുള്ളത്. അപ്പോൾ പക്ഷേ എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയമായപ്പോഴേക്കും എൻ്റെ IELTS എക്സ്പയർ ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അറിയാലോ, ഞാൻ ഈ മക്കളെ വെച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ പഠിക്കാൻ പോയി. ഞാൻ MCA ചെയ്യുമ്പോൾ എനിക്ക് ആദ്യത്തെ 2 മക്കളുണ്ടായി. അതിനുശേഷം ഞാൻ 2 തവണ 2 സ്ഥലത്ത് ജോലിക്ക് പോയി. പ്രഗ്നൻ്റ് ആയതിനു ശേഷം അത് കാരണം എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഈ 4 തവണയും ഞാൻ IELTS പഠിക്കാൻ പോകുന്ന സമയത്ത് ഓരോ സമയം ഓരോ വാവ എനിക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എൻ്റെ മക്കളെ നോക്കിയതും എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നതും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ സ്കോർ എഴുതിയെടുത്തത്. അപ്പോൾ ഈ 5 മക്കളെ വെച്ചിട്ട് ഇനിയും ഈ കഴിഞ്ഞ 2023 ജനുവരിയിലാണ് എൻ്റെ IELTS എക്സ്പയർ ആയത്. അപ്പോൾ ഇനി 5 മക്കളെയും വെച്ചിട്ട് പഠിക്കാൻ പോവുക എന്ന് പറയുന്നതും സാമ്പത്തികം ഞങ്ങൾക്ക് വളരെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാനിനി IELTS എഴുതുന്നില്ല, അതില്ലാതെ എന്തെങ്കിലും ജോലിക്ക് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ UK കെയർ വിസയ്ക്ക് പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കെല്ലാം ഒരാൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, പൈസയും കൊടുത്തിരുന്നു. അവസാനം ഫെബ്രുവരി 3 ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് പെട്ടി വരെ ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണം നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ നിന്ന് പോയത്. സകലമാനം എൻ്റെ ഉണ്ടായിരുന്ന സ്വർണവും ഹസ്ബൻഡ് സമ്പാദിച്ചതും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ആ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ശരി, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞോടുകൂടി എനിക്ക് ആകെ നിരാശയായി. ഞാൻ ഡിപ്രഷനിലായി, പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, ആരോടും മിണ്ടാട്ടമില്ലാണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ് ഉടമ്പടി എടുക്കണം, പ്രാർത്ഥന ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് വന്നു. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല, എനിക്ക് തോന്നണതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ പ്രാർത്ഥനയിൽ കൂടുകയോ ഒന്നും ചെയ്യേണ്ടത്, കാരണം എനിക്ക് അത്രയും സങ്കടമായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയൊക്കെ വന്നിട്ട് അവസാനം വന്ന് ആക്കിയല്ലോ ഈശോയെ, അല്ലെങ്കിൽ മാതാവ് എന്നെ സഹായിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നെ ഒത്തിരി നിർബന്ധിച്ചു, ചേട്ടൻ പ്രാർത്ഥിക്കണം, പോകണം, ഉടമ്പടി എടുക്കാനൊക്കെ. ഞാനാണ് ഉടമ്പടി എടുക്കണേ, പക്ഷെ ഞാൻ കൂട്ടാക്കിയേ ഇല്ല. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ തോന്നുകയാണ്, പോകണം, ശക്തമായിട്ട് പോകണം, പ്രാർത്ഥന ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള മടി കാരണം ഞാൻ എന്ത് ചെയ്തു, ഓൺലൈനിൽ എടുത്തു. അങ്ങനെ ഫെബ്രുവരി 18 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുക്കണമെങ്കിൽ പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും രീതിയിൽ പോകാൻ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്തുള്ള ഏജൻസിയിൽ സ്വീഡൻ എന്ന രാജ്യത്തിലേക്ക് പഠിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 8 ഞാൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ലേറ്റ് ആപ്ലിക്കേഷനാണ്. വർഷത്തിലൊരു ഇൻടേക്കേ ഉള്ളൂ ഈ സ്വീഡനിലേക്ക്, സെപ്റ്റംബറിലേക്ക്. അത് ഈ സെപ്റ്റംബറിൽ പോകണമെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ നമ്മളത് അപ്ലൈ ചെയ്യണം, എങ്കിലാണ് സ്കോളർഷിപ്പോട് കൂടി നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫെബ്രുവരി 8 അപ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു ലേറ്റ് ആപ്ലിക്കേഷനാണ്, സ്കോളർഷിപ്പ് കിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ള. അപ്പോൾ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. അപ്പം ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിൽ ഞാൻ കൊടുത്തതാണ്. ആൾക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, ദൈവം സഹായിക്കും, മാതാവ് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ മാതാവിൻ്റെ മാധ്യസ്ഥം ഉണ്ട്, നടക്കും എന്നുള്ളൊരു ആളുടെ വിശ്വാസം. അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 18 ഉടമ്പടി വെക്കുമ്പോൾ നമുക്കറിയാം, ഉടമ്പടി വെക്കുമ്പോൾ 6 നിയോഗങ്ങൾ വെക്കണം. അപ്പോൾ ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു. ഞാൻ ഒരു 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ നടത്തി തായോ, ഞാനിതിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായിട്ട് വെച്ചിരുന്നത് പുറത്തേക്ക് സ്വീഡനിലേക്ക് പോകാനുള്ള കാര്യം തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഇത് എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ, കാരണം ഉടമ്പടി എടുത്ത ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് അത് സാധിക്കുമോ, എനിക്ക് 5 മക്കളല്ലേ എന്ന് ഓർത്തിട്ട് ഉടമ്പടി എടുക്കാൻ വന്നിക്ക് മുന്നേ ഞാൻ പള്ളിയിൽ പോയി തുടങ്ങിയിരുന്നു. എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിച്ച് തുടങ്ങിയിരുന്നു. അതെന്നെക്കൊണ്ട് പറ്റും എന്ന് അതായത് മാതാവിൻ്റെ സഹായത്തോടെയാണ്. കാരണം എൻ്റെ മക്കൾക്ക് ഒരാൾക്കൊരു വയ്യായിക വന്നാൽ മതി എൻ്റെ പള്ളി പോക്കും പ്രാർത്ഥനയും മുടങ്ങാനായിട്ട്. പക്ഷേ എന്നെ ഇവിടേക്ക് എത്തിക്കണം എന്ന് മാതാവിൻ്റെ നിർബന്ധമായിരുന്നു. എന്നെ തിരിച്ച് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എൻ്റെ മാതാവിൻ്റെ നിർബന്ധമായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ബോധ്യമായി. അങ്ങനെ ഞാനിവിടെ വന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ മുടങ്ങാതെ പള്ളി പോകുന്നുണ്ടായിരുന്നു.
അങ്ങനെ. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ വെച്ച 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വിദേശത്ത് പോകണം എന്നായിരുന്നു, വീട്ടിലെ ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള അസുഖങ്ങൾ, മക്കളുടെ അസുഖങ്ങൾ മാറണമെന്നായിരുന്നു. എൻ്റെ കൈക്ക് CTS എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഭാഗത്ത് തരിപ്പാണ്, നമുക്ക് എഴുതാൻ പറ്റില്ല, കത്തി ഉപയോഗിക്കാൻ പറ്റില്ല, കൈ തരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രിയൊക്കെ കൈ വേദനയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് അടിക്കുമായിരുന്നു ഉറങ്ങാൻ പറ്റാണ്ട്. അപ്പോൾ സർജറി വേണമെന്നാണ് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അത് സർജറി കൂടാതെ അങ്ങനെ 6 നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഫെബ്രുവരി 18 ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 25 എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ വന്നു, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. കുറേ കഴിഞ്ഞു, എൻ്റെ കൂടെ മുന്നേ അപ്ലൈ ചെയ്തവർക്കൊക്കെ വന്നിട്ടും എനിക്ക് വരാണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മുടങ്ങാണ്ട്. 25 എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ നമ്മൾക്കറിയാം, പുറത്തേക്ക് ചെയ്യണവർക്കറിയാം, 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫീസ് അടിച്ച് സീറ്റ് ഉറപ്പാക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് നമുക്ക് തികയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അവസാനം കുറേ പേരോട് ചോദിച്ചു, ഒന്നും നമുക്ക് പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല, മനസ്സ് വേദനിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ നിനക്ക് വിട്ടു തരാണ്, കാരണം നിൻ്റെ ഇഷ്ടത്തിനാണ് വിട്ടു തന്നത്. അങ്ങനെ പറഞ്ഞു. പക്ഷേ 28 വൈകുന്നേരം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ UK ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മൾ പൈസ കൊടുത്തിരുന്ന ആ വ്യക്തി എനിക്ക് കുറച്ച് പൈസ 3 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ കൊണ്ടു തന്നു. എനിക്ക് അത് മാതാവായിട്ട് കൊണ്ടു തന്നതാണ്. ബാക്കി പൈസ അവർ പിന്നീട് കുറച്ച് സാവകാശം പറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പൈസ ലഭിച്ചത് കാരണം എനിക്ക് 29 ഫീസ് അടയ്ക്കാൻ പറ്റി. അങ്ങനെ ഫീസ് അടച്ച് ഞാൻ സീറ്റ് ഉറപ്പാക്കി. അതിനുശേഷം നമ്മുടെ ബാങ്കിൻ്റെ ലെറ്ററും മറ്റും ഡെപ്പോസിറ്റൊക്കെ കാണിക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് നമുക്ക് അറിയാം ഫോണിലൊക്കെ മൊബൈൽ ആപ്പ് ഉണ്ട്. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പിൽ നിന്ന് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ മനസ്സിൽ തോന്നിച്ചിട്ട് അതായത് മാതാവ് തോന്നിച്ചതാണ്, കാരണം പിറ്റേ ദിവസമാണ് അത് മനസ്സിലാവും. നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ബാങ്കിൽ ചെന്നു, എല്ലാ ലെറ്ററും കിട്ടി. അവർ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിലും അവരടിച്ച ഡേറ്റിൽ 1 മാസത്തിൻ്റെ ഡേറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവാത്ത കാരണം ആ ഡോക്യുമെൻറ്റ്സ് വെക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്യൂസായി, കറക്റ്റ് സമയത്ത് വെക്കാൻ പറ്റാണ്ടൊക്കെ ആയി. പക്ഷേ അപ്പോഴാണ് ഈ ഡോക്യുമെൻറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണത് എനിക്ക് ഓർമ്മ വന്നത്. അത് വേഗം കൊടുത്ത്, കാരണം അത് കറക്റ്റായി, ഡേറ്റ് കറക്റ്റായി. അങ്ങനെ എനിക്ക് മെയ് 18 വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. 4 ആഴ്ചയാണ് നമുക്ക് വിസയുടെ ഡിസിഷൻ അറിയാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്വീഡനിലേക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ അപ്ലൈ ചെയ്തേക്കുന്ന കുറേ പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോഴാണ് അറിയണത്, എന്നേക്കാൾ മുന്നേ ഒത്തിരിയും മുന്നേ അപ്ലൈ ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എന്നേക്കാൾ മുന്നേ, അതായത് ഏപ്രിലും മാർച്ചിലൊക്കെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഡിസിഷൻ വന്നിട്ടില്ല എന്നറിയണേ. അപ്പോൾ ആകെ വിഷമിച്ചു. ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു, പള്ളി പോകുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ നമ്മുടെ ഉടമ്പടിയിൽ പറഞ്ഞ പോലെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ജോലിക്ക് പോകുന്ന വഴിയിൽ വിശന്നിരിക്കുന്നതായാലും കണ്ടാൽ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ കഴിയുന്ന എന്താണോ അങ്ങനെ ഇരിക്കണം. ഇവിടെ ധ്യാനം കൂടുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോലി മേഖലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തി എന്താണോ അത് ചെയ്താൽ മതി. ഇപ്പം എനിക്ക് ജോലി കിട്ടിയത്, ഞാൻ IELTS പഠിക്കാൻ പോയ സ്ഥാപനത്തിൽ IELTS പഠിപ്പിക്കുക, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള ജോലിയായിരുന്നു. അപ്പം ഞാൻ അവിടെ തീരെ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് കൂടുതൽ സമയം കിട്ടാൻ, അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞതുപോലെ മാതാവിനോട് ഞാൻ ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 30ാമത്തെ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ ബയോമെട്രിക്കിന് ചെന്നാൽ മതി, പാസ്പോർട്ട് വെരിഫിക്കേഷനും ബയോമെട്രിക്കിനും ചെന്നാൽ മതി എന്നും പറഞ്ഞിട്ട് എനിക്ക് ഡൽഹിയിൽ നിന്ന് മെയിൽ വന്നു. കാരണം ഇത്രയും കുറച്ച് ദിവസത്തിൽ ആ പരിചയപ്പെട്ടവരിൽ ആർക്കും മെയിൽ വന്നിട്ടില്ല. എനിക്ക് മെയിൽ വരുന്ന സമയത്തും അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്ന അതിൽ കൂടുതൽ ദിവസമായവർക്കും മെയിൽ വരാത്ത സ്ഥലത്താണ് കറക്റ്റ് 30ാമത്തെ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ ബയോമെട്രിക്കിന് മെയിൽ വരുന്നത്. അതിനുശേഷം അപ്പോഴേക്കും എൻ്റെ ജൂൺ 20 ആ സമയപ്പിക്കും എൻ്റെ ആദ്യം ഓൺലൈനിലെടുത്ത് ഉടമ്പടി കഴിഞ്ഞിരുന്നു. അപ്പോൾ
ഡൽഹിക്ക് പോകാനായിട്ട് ടിക്കറ്റ് നോക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല, പോകാനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നില്ല, വീട്ടിൽ കുട്ടികളാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഞാൻ ആകെ തീരുമാനം എടുക്കാൻ പറ്റാണ്ട് വിഷമിക്കുന്ന സമയത്ത് ഉള്ളിൽ തോന്നി നേരിട്ട് ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം. അങ്ങനെ ജൂൺ 24 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് എനിക്ക് തോന്നണമെങ്കിൽ എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇപ്പോൾ അങ്ങനെ ലോട്ട് എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ പിടിക്കാൻ പറ്റി. അങ്ങനെ മാതാവിനെ പിടിച്ച് ഞാൻ അവിടെ നിന്ന് നടന്ന് ഇവിടെ ആൾത്താരയിൽ ഇവിടെ എത്തണ വരെ മാതാവിനോട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷമങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത്